44-ാമത്തെ അധ്യായം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിലെ പൂർവ്വപിതാക്കന്മാരെക്കുറിച്ചും ന്യായാധിപന്മാരെക്കുറിച്ചും രാജാക്കന്മാരെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ഇന്ന് നമ്മൾ 44-ാമത്തെ അധ്യായമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1-ാമത്തെ വാക്യത്തിൽ തന്നെ പ്രഭാഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമുക്ക് ഇസ്രായേലിലെ പൂർവ്വപിതാക്കന്മാരെയും ന്യായാധിപന്മാരെയും തലമുറക്രമത്തിൽ പ്രകീർത്തിക്കാം എന്ന് പറയുന്നു. 44-ാമത്തെ അധ്യായം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിലെ പൂർവ്വപിതാക്കന്മാരെക്കുറിച്ചും ന്യായാധിപന്മാരെക്കുറിച്ചും രാജാക്കന്മാരെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ഇനി നമ്മൾ 44-ാമത്തെ അധ്യായമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1-ാം വാക്യത്തിൽ തന്നെ പ്രഭാഷകൻ ഓർമ്മിപ്പിക്കുന്നു, നമുക്ക് മഹത്തുക്കളെയും പൂർവ്വപിതാക്കന്മാരെയും തലമുറക്രമത്തിൽ പ്രകീർത്തിക്കാം എന്ന്. കാരണം കർത്താവ് തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകിയിട്ടുണ്ട്. ഇവരുടെ ഇടയിൽ രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അക്കൂട്ടത്തിൽ ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവകമായ ഉപദേശം നൽകിയവരും ഉണ്ടായിരുന്നു. ചിലർ സംഗീതജ്ഞരും കവികളുമായിരുന്നെന്നും വിഭവ സമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവ്വം വസിച്ചവരുമാണെന്നും പറയുന്നു. ഇവരുടെ മറ്റൊരു പ്രത്യേകത, ഇവര് തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിന്റെ മഹിമയണിഞ്ഞവരുമാണെന്നാണ്. ഇനി മറ്റൊരു മനുഷ്യനെ കുറിച്ച് 9-ാം വാക്യത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്, നമുക്കതൊന്ന് വായിക്കാം. സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരുമുണ്ട്, ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞു, അവരുടെ മക്കളും അങ്ങനെ തന്നെ. എന്നാൽ അവരുടെ വേറൊരു പ്രത്യേകത പറയുന്നുണ്ട്, അവർ കാരുണ്യമുള്ളവരായിരുന്നെന്നും അവരുടെ സൽപ്രവർത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല എന്നുമാണ്. അതുപോലെ തന്നെ അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കുകയും അവരുടെ പ്രതാപം ഒരിക്കലും മാഞ്ഞു പോവുകയില്ല എന്ന് പ്രഭാഷകൻ ഇവിടെ പ്രസ്താവിക്കുന്നു. മറ്റൊരു കൃപ നോക്കൂ, അവരുടെ മക്കൾ ഉടമ്പടി പാലിക്കുകയും അവയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നു. എന്നാൽ അവരുടെ വേറൊരു പ്രത്യേകത നോക്കൂ, അവർ കാരുണ്യം ഉള്ളവരായിരുന്നുവെന്നും അവരുടെ സൽപ്രവർത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല എന്നുമാണ് പറയുന്നത്. അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കുന്നു എന്നും ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കൃപ നോക്കൂ, അവരുടെ മക്കൾ ഉടമ്പടി പാലിക്കുകയും അവയ്ക്ക് നിലകൊള്ളുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കുകയും അവരുടെ പ്രതാപം ഒരിക്കലും മാഞ്ഞു പോവുകയുമില്ല എന്ന് പ്രഭാഷകൻ പ്രസ്താവിക്കുന്നു. 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്നത് ഹെനോക്ക് നോഹ എന്നതാണ്. ഹെനോക്ക് കർത്താവിനെ സംപ്രീതനായതിനാൽ, അതായത് കർത്താവിനെ പ്രീതിപ്പെടുത്തിയതിനാൽ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അനുതാപത്തിന്റെ മാതൃകയാണ് ഹെനോക്ക് എന്നിവിടെ വിശേഷിപ്പിക്കുന്നു. ഈ നോഹ തികഞ്ഞ നീതിമാനായിരുന്നുവെന്നും വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയാണ് എന്നും വിശേഷിപ്പിക്കുന്നു. ജലപ്രളയത്തിന് ശേഷം ഭൂമിയിലെ ഒരു ഭാഗം നിലനിൽക്കുകയും ജലപ്രളയത്താൽ മർത്യകുലം ഇനി നശിപ്പിക്കപ്പെടുകയില്ല എന്ന നിത്യമായ ഉടമ്പടി നോഹയുമായി ചെയ്യപ്പെട്ടു. അടുത്ത ശീർഷകം എന്നത് അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് എന്നതാണ്. നമുക്കറിയാം, അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു അബ്രാഹാം. മഹത്വത്തിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സമാനമായിട്ട് ആരുമില്ല. കാരണം 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നമുക്കതൊന്ന് വായിക്കാം. അവൻ അത്യുന്നതന്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. അതുകൊണ്ട് തന്നെ അവന്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു. എന്തായിരുന്നു ശപഥം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭൂമിയിലെ മണൽത്തരി പോലെ വർദ്ധിപ്പിക്കും, അവന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകും, അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തും. ഇതൊക്കെയായിരുന്നു ലഭിച്ച വാഗ്ദാനം. ഇസഹാക്കിനും പിതാവായ അബ്രാഹാം മൂലം ഇതേ വാഗ്ദാനം നൽകപ്പെട്ടു. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിന്റെ ശിരസിലാണ് അവിടുന്ന് വച്ചത്. അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃക അവകാശം നൽകി. ഓഹരി നിശ്ചയിച്ച് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോഗോസ് ക്വിസിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. 1-ാമത്തെ ചോദ്യം, പ്രഭാഷകൻ 44-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 23. അടുത്ത ചോദ്യം, പ്രഭാഷകൻ 44-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്?
ഉത്തരം 3. പ്രഭാഷകൻ 44 അധ്യായം 1 മുതൽ 15 വരെ വാക്യങ്ങളുടെ ശീർഷകം എന്ത്? പിതാക്കന്മാരുടെ മഹത്വം. അടുത്ത ചോദ്യം, നമുക്കിപ്പോൾ ആരെയൊക്കെ തലമുറ ക്രമത്തിൽ പ്രകീർത്തിക്കാം എന്നാണ് പ്രഭാഷകൻ 44:1 പറയുന്നത്? മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും. അടുത്ത ചോദ്യം, കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് നൽകിയത് എങ്ങനെ? ഉത്തരം ഓഹരിയായി. അടുത്ത ചോദ്യം, കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും ഓഹരിയായി നൽകിയ എത്ര പേരെ കുറിച്ചാണ് 44:3 പറയുന്നത്? അവർ ആരെല്ലാം? ഉത്തരം 4 പേരെ കുറിച്ച്: രാജാക്കന്മാർ, കീർത്തിയുറ്റ ബലശാലികൾ, ജ്ഞാനത്താൽ ഉപദേശം നൽകിയവർ, പ്രവാചകന്മാർ. അടുത്ത ചോദ്യം, മഹത്തുക്കളും നമ്മുടെ പൂർവ്വപിതാക്കന്മാരും ജനത്തിന് നേതൃത്വം കൊടുത്തത് എങ്ങനെ? ഉത്തരം ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും. അടുത്ത ചോദ്യം, ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും അവർ ആർക്കാണ് നേതൃത്വം കൊടുത്തത്? ഉത്തരം ജനത്തിന്. അടുത്ത ചോദ്യം, സ്വവസതികളിൽ എങ്ങനെ വസിച്ചവരാണ് ചിലർ എന്ന് പ്രഭാഷകൻ 44:16 പറയുന്നത്? ഉത്തരം സമാധാനപൂർവം. അടുത്ത ചോദ്യം, ഡാഷ് അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരുമുണ്ട് എന്നാണ് പ്രഭാഷകൻ 44:9 പറയുന്നത്? സ്മരണ. അടുത്ത ചോദ്യം, എന്ത് ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞു, അവരുടെ മക്കളും അങ്ങനെ തന്നെ? ഉത്തരം ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന്. അടുത്ത ചോദ്യം, അവർ കാരുണ്യമുള്ളവരായിരുന്നു, അവരുടെ ഡാഷ് വിസ്മരിക്കപ്പെട്ടിട്ടില്ല? ഉത്തരം സൽപ്രവൃത്തികൾ. അടുത്ത ചോദ്യം, അവരുടെ സന്തതികൾ ഡാഷ് പാലിക്കും? ഉത്തരം ഉടമ്പടികൾ. അടുത്ത ചോദ്യം, അവരുടെ ഡാഷ് എന്നേക്കും നിലനിൽക്കും, അവരുടെ ഡാഷ് മാഞ്ഞു പോവുകയില്ല? ഉത്തരം ഭാവി തലമുറകൾ, പ്രതാപം. അടുത്ത ചോദ്യം, അവർ ഡാഷ് സംസ്കരിക്കപ്പെട്ടു, അവരുടെ ഡാഷ് തലമുറകൾ തോറും നിലനിൽക്കും? ഉത്തരം സമാധാനത്തിൽ, പേര്. അടുത്ത ചോദ്യം, അവരുടെ എന്താണ് ജനതകൾ പ്രഘോഷിക്കും എന്ന് പ്രഭാഷകൻ 44:15 പറയുന്നത്? ഉത്തരം വിജ്ഞാനം. അടുത്ത ചോദ്യം, അവരുടെ ഐശ്വര്യം ആരിലാണ് നിലനിൽക്കുന്നത്? ഉത്തരം പിൻഗാമികളിൽ. അടുത്ത ചോദ്യം, പ്രഭാഷകൻ 44:12 അവരുടെ സന്തതികൾ പാലിക്കുന്നത് എന്ത് എന്നാണ് പറയുന്നത്? ഉത്തരം ഉടമ്പടികൾ. എന്ത് അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും എന്നാണ് പ്രഭാഷകൻ 44:15 പറയുന്നത്? ഉത്തരം സമൂഹം. അടുത്ത ചോദ്യം, പ്രഭാഷകൻ 44:16 പ്രകാരം ആരാണ് കർത്താവിനെ പ്രീതിപ്പെടുത്തി എന്ന് പറയുന്നത്? ഉത്തരം ഹെനോക്ക്. അടുത്ത ചോദ്യം, എല്ലാ തലമുറകൾക്കും അവൻ ഹെനോക്ക് ഡാഷിൻ്റെ മാതൃകയാണ്? ഉത്തരം അനുതാപത്തിൻ്റെ മാതൃക. ആരെക്കുറിച്ചാണ് തികഞ്ഞ നീതിമാനായിരുന്നു എന്ന് പ്രഭാഷകൻ 44:17 പറയുന്നത്? ഉത്തരം നോഹ. അടുത്ത ചോദ്യം, വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ എന്ന് പ്രഭാഷകൻ 44:17 പറയുന്നത് ആരെക്കുറിച്ചാണ്? നോഹയെക്കുറിച്ച്. അടുത്ത ചോദ്യം, മർത്യകുലം എന്തിനാൽ നശിപ്പിക്കപ്പെടുകയില്ല എന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു എന്നാണ് പ്രഭാഷകൻ 44:18 പറയുന്നത്? ജലപ്രളയത്താൽ. അടുത്ത ചോദ്യം, അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു ഡാഷ്? ഉത്തരം അബ്രാഹം. എന്തിൽ അവനുമായി സമനായി ആരുമില്ല എന്നാണ് പ്രഭാഷകൻ 44:19 പറയുന്നത്? ഉത്തരം മഹത്വത്തിൽ. അടുത്ത ചോദ്യം, അവൻ എന്ത് പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയാൽ ഏർപ്പെടുകയും ചെയ്തു എന്നാണ് പ്രഭാഷകൻ 44:20 പറയുന്നത്? ഉത്തരം അത്യുന്നതൻ്റെ നിയമം. അവൻ എവിടെയാണ് ഉടമ്പടിയുടെ മുദ്ര പതിപ്പിച്ചു എന്നാണ് പ്രഭാഷകൻ 44:20 പറയുന്നത്? സ്വശരീരത്തിൽ. അടുത്ത ചോദ്യം, അവൻ സ്വശരീരത്തിൽ ഡാഷിൻ്റെ മുദ്ര പതിപ്പിച്ചു? ഉടമ്പടിയുടെ മുദ്ര. അടുത്ത ചോദ്യം, പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ ഡാഷ് തെളിയിച്ചു എന്നാണ് പ്രഭാഷകൻ 44:20 പറയുന്നത്? വിശ്വസ്തത തെളിയിച്ചു. അടുത്ത ചോദ്യം, അതിനാൽ എന്തുവഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു? ഉത്തരം അവൻ്റെ സന്തതി വഴി. അടുത്ത ചോദ്യം,
അതിനാൽ അവൻ്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് എന്ത് ചെയ്തു? ഉത്തരം ശപഥം ചെയ്തു. അടുത്ത ചോദ്യം, ഭൂമിയിലെ ഡാഷ് പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നാണ് കർത്താവ് അവനോട് വാഗ്ദാനം ചെയ്തത്? ഉത്തരം മണൽത്തരി പോലെ. അടുത്ത ചോദ്യം, അവൻ്റെ സന്തതി ഡാഷ് പോലെ പെരുകുമെന്നാണ് കർത്താവ് അവനോട് വാഗ്ദാനം ചെയ്തത്? ഉത്തരം ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ. അടുത്ത ചോദ്യം, അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്ന് അവന് എന്ത് ലഭിച്ചു? ഉത്തരം വാഗ്ദാനം. അടുത്ത ചോദ്യം, പിതാവായ അബ്രാഹം മൂലം ആർക്കും ഇതേ വാഗ്ദാനം നൽകപ്പെട്ടു എന്നാണ് പ്രഭാഷകൻ 44:22 പറയുന്നത്? ഉത്തരം ഇസഹാക്കിന്. അടുത്ത ചോദ്യം, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും ഡാഷിൻ്റെ ശിരസിൽ അവിടുന്ന് വച്ചു? ഉത്തരം യാക്കോബിൻ്റെ ശിരസിൽ. അടുത്ത ചോദ്യം, അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃകാവകാശം നൽകിയത് ആർക്കാണ്? ഉത്തരം യാക്കോബിന്. അടുത്ത ചോദ്യം, കർത്താവ് യാക്കോബിന് അംഗീകരിച്ച് നൽകിയത് എന്ത്? ഉത്തരം പൈതൃകാവകാശം. അടുത്ത ചോദ്യം, അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് എത്ര ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു എന്നാണ് പ്രഭാഷകൻ 44:23 പറയുന്നത്? 12 ഗോത്രങ്ങൾക്ക്. അടുത്ത ചോദ്യം, അവിടുന്ന് എന്ത് നിശ്ചയിച്ച് അത് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു? ഉത്തരം ഓഹരി. അടുത്ത ചോദ്യം, പ്രഭാഷകൻ 44:16 സമാനമായ വാക്യം ഏത്? ഉത്തരം ഉൽപ്പത്തി 5:24. അടുത്ത ചോദ്യം, പ്രഭാഷകൻ 44:17 സമാനമായ വാക്യം ഏത്? ഉൽപ്പത്തി 6:9.